പരാജയത്തിന്റെ വക്കിൽ വെച്ച് ലക്ഷ്യം ഉപേക്ഷിക്കാതിരിക്കുക. ലിയോ കൊടുമുടി കയറാൻ തുടങ്ങിയിട്ട് 6 ദിവസമായി. കൈകളും കാലുകളും മരവിച്ചു. ശ്വാസം കിട്ടുന്നില്ല. മുന്നോട്ട് ഇനി ഒരു ചുവട് വയ്ക്കാൻ വയ്യ. അയാൾ മലയിടുക്കിലേക്ക് നോക്കി. മനസ്സിൽ പറഞ്ഞു, ഇവിടെ വെച്ച് മതിയാക്കാം. അയാളുടെ ട്രെയിനർ മുൻപ് പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ചെവിയിൽ മുഴങ്ങി. ലിയോ, ലക്ഷ്യത്തിന് തൊട്ടടുത്ത് വെച്ച് 99% പേരും പിന്മാറും. നീയാകട്ടെ ആ 1% ആകാൻ ശ്രമിക്കുന്നവൻ. അയാൾ കണ്ണടച്ചു. പിന്മാറുന്നത് ഒരു ശീലമാക്കിയാൽ അത് ജീവിതം മുഴുവൻ കൂടെയുണ്ടാകും. അയാൾ ഒരു കൈ കൂടി നീട്ടി. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചുവട്. പേശികൾ വേദനിച്ചു. എങ്കിലും മനസ്സിലൊരു തീവ്രതയുണ്ടായിരുന്നു. ഓരോ സെക്കൻഡും അയാൾ സ്വയം പറഞ്ഞു, ഇനിയൊരിക്കലും ഇവിടെ നിർത്താൻ എനിക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. അതൊരു ചുവടായിരുന്നില്ല, ഒരു യുദ്ധമായിരുന്നു. കൈകൾ, മഞ്ഞിന്റെ പാളികൾ തുളച്ചു മുകളിലെത്തി. അയാൾ കൊടുമുടിയിൽ കാലുറപ്പിച്ചു. താഴെ താൻ പിന്മാറാൻ ആഗ്രഹിച്ച സ്ഥലം ഒരു ചെറിയ പുള്ളി മാത്രം. ഓർമ്മ വെച്ചോളൂ, ഒരു ചുവട് പിന്നോട്ട് വെച്ചാൽ നിങ്ങൾ വെറുതെ ദൂരെയൊന്നും പോകുന്നില്ല. നേരെ വീഴുന്നത് നിങ്ങളുടെ ആദ്യത്തെ പരാജയത്തിലേക്കാണ്. മതി എന്ന് നിങ്ങളുടെ കാലുകൾ പറയുമ്പോൾ നിങ്ങളുടെ വിജയം തൊട്ടുമുന്നിൽ കൈനീട്ടി കാത്തിരിപ്പുണ്ടാകും. അവിടെ വെച്ച് പിന്മാറിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമായിരിക്കും.